മതാചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. മനസാക്ഷിക്ക് അനുസൃതമായ മതാചാരങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഹിന്ദുമത ആചാരങ്ങളെ അവഹേളിക്കാനുള്ള ശ്രമമാണ് തൃശൂർ പൂരം ചടങ്ങുകൾക്കിടയിലും ഉണ്ടായത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഹിന്ദുമത അധിക്ഷേപമാണ് നടക്കുന്നതെന്നും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24, 25 മനസാക്ഷിക്കൊത്ത മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും അവകാശം നൽകുന്നുണ്ട്. നമ്മുടെ മതാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു നടപടിക്രമം നമ്മുടെ തന്ത്ര പാരമ്പര്യത്തിലുണ്ട്. ആ തന്ത്ര പാരമ്പര്യത്തിൽ നമ്മൾ നിഷ്കർഷിച്ചിരിക്കുന്ന നമ്മുടെ മതാചാരങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഭരണഘടനാ ലംഘനമാണ്. കാരണം ആർട്ടിക്കിൾ 24, 25 മനസാക്ഷിക്കൊത്ത മതാചാരമാണ്. അപ്പോൾ പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനം എന്താണ് എന്നുള്ള കാര്യം അതിൻ്റെ നടപടിക്രമം അനുസരിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടന കൊടുക്കുന്ന 24-ലും 25-ലും പറഞ്ഞിരിക്കുന്ന അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഷ്ഠാനത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ദേവപ്രശ്നം വേണം, ദേവൻ്റെ സമ്മതി വേണം. ദേവനൊരു ലീഗൽ എൻറ്റിറ്റിയാണ് മൂർത്തി, അവിടുത്തെ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. മൈനർ അവകാശങ്ങളൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അനുവാദം കിട്ടണം. ആ അനുവാദം വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നേരെ ചെയ്യുന്നത് ദേവപ്രശ്നം വെക്കുന്നു, അല്ലെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം വെക്കുന്നു. ആ പ്രശ്നവിധി അനുസരിച്ച് ദേവൻ്റെ സമ്മതി വാങ്ങിയിട്ട് അതിനകത്ത് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ അല്ലാതെ മാറ്റം വരുത്തുന്നത് ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഈ ഭരണഘടനാ ലംഘനം നടത്തി ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുക എന്ന ശീലം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതലുള്ളതാണ്. അതിനെതിരെ യാതൊന്നും ചെയ്യാത്തവരാണ് UDF-കാർ. അവരെന്താ ചെയ്യുന്നത്? ശബരിമല കാര്യത്തിൽ അവരെന്ത് ചെയ്തു? ശബരിമല കാര്യത്തിൽ അവർ യാതൊന്നും ചെയ്തില്ല. ഇപ്പോഴിത് വരുമ്പോഴും അവരൊന്നും ചെയ്യില്ല. അത് മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥ? അപ്പോൾ ഹിന്ദു മതത്തെ ഒരു നോമാൻസ് ലാൻഡാക്കി കരുതിക്കൊണ്ട് ഏത് തരത്തിലും അതിനെ അവഹേളിക്കുകയും അതിനെ ഇകഴ്ത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമീപനം ഇവിടുത്തെ UDF-ഉം LDF-ഉം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്.